ഈ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് നേടാൻ പറ്റുന്ന 3 മാർക്ക്. അത് ചെറിയ മാർക്കൊന്നും അല്ല കേട്ടോ, വളരെ പ്രധാനപ്പെട്ട മാർക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ പേപ്പറിലെല്ലാം കറക്റ്റ് ആണെങ്കിൽ എക്സാമിനൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ലോഗ്. FTA വ്ലോഗിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വോളിയോമെട്രിക് അനാലിസിസിൽ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതായത് അവിടെ നമ്മൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ സാധ്യതകളെയാണുള്ളത്, 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധ്യതകളാണ് നമ്മളവിടെ പറഞ്ഞത്. അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് അവശേഷിക്കുന്ന 2 കോമ്പിനേഷൻ, വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ്, അതുപോലെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, ഈ 2 കോമ്പിനേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത് എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് കോമ്പിനേഷൻ്റെ 6 സാധ്യതകൾ പഠിച്ചു. NaOHും KOHും ആണ് സ്ട്രോങ് ബേസ്, HClഉം HNO3യും H2SO4ഉം ആണ് സ്ട്രോങ് ആസിഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഒരു ചോദ്യം പറയുകയാണ്. Estimate the normality and mass per liter of sodium carbonate in the whole of the given solution. You are provided with a standard solution of HCl containing 3.5 gram per liter. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയുള്ള ഒരു രീതി പഠിച്ച കുട്ടിയാണെങ്കിൽ ആദ്യം എന്താ എഴുതുക, ആ ചോദ്യം നോക്കി അഡീഷണൽ ഷീറ്റ് എടുത്തു, മുകളിൽ രജിസ്റ്റർ നമ്പർ എഴുതി, എന്നിട്ടോ ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം എസ്റ്റിമേറ്റ് ദ നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് സോഡിയം കാർബണേറ്റ് എന്ന് കണ്ടു. അപ്പോൾ സോഡിയം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതി, Na2CO3. ഓക്കെ, എഴുതി. ഇനി രണ്ടാമത്തെ ഭാഗം വായിക്കും. യു ആർ പ്രൊവൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl കണ്ടെയ്നിങ് 3.5 gram per liter. അപ്പം നമ്മൾ അവിടെ രണ്ടാമതായിട്ട് വരുന്ന ആസിഡ് എന്ന് പറയുന്നത് HCl ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ വേഴ്സസ് HCl എന്ന് അവിടെ എഴുതി. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വീക്ക് ആസിഡ്, വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന Na2CO3 എന്താണ്? വീക്ക് ബേസ് ആണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരൊന്ന് കാണണേ. ഓക്കെ, അപ്പോൾ വീക്ക് ബേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീക്ക് ബേസ് എന്ന അർത്ഥത്തിൽ WB എന്ന് ഞാൻ എഴുതി, വീക്ക് ബേസസ്. ഇനിയോ HCl നമുക്കറിയാം സ്ട്രോങ് ആസിഡ്, അപ്പോൾ സ്ട്രോങ് ആസിഡ് എന്ന് എഴുതി. ഇപ്പോൾ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും വന്നു കഴിഞ്ഞാൽ ഓർക്കുക, മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ എന്ന് എഴുതി, മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ രീതിയിൽ ചോദ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആൻസർ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും തെറ്റൂല. പിന്നെ ഇത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതാം സിമ്പിളായിട്ട്. അതുകൊണ്ട് ഇത് ശീലമൊന്നും ഉണ്ടാക്കിയെടുക്കുക. ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം കിട്ടുന്ന സാധനം എന്താണോ അത് ആദ്യം എഴുതുക, രണ്ടാമത് കിട്ടുന്ന സാധനം എന്താണോ ആസിഡ് എന്താണോ അത് അവിടെ എഴുതുക. അത് ആസിഡ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, കിട്ടുന്ന 2 കെമിക്കൽ റിയേജൻറ്റ് ഇങ്ങനെ വേഴ്സസ് വെച്ചിട്ട് എഴുതുക. എന്നിട്ട് അത് സ്ട്രോങ് ആസിഡ് ആണോ സ്ട്രോങ് ബേസ് ആണോ വീക്ക് ആസിഡ് ആണോ വീക്ക് ബേസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ കോമ്പിനേഷന് സാധ്യമായ ഇൻഡിക്കേറ്റർ എഴുതുക. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസും ആകുമ്പോൾ ഫിനോൾഫ്തലീൻ യൂസ് ചെയ്യാം, മീഥൈൽ ഓറഞ്ചും യൂസ് ചെയ്യാം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് ആണ്, ഒരേ ഒരു ഇൻഡിക്കേറ്ററേ പറ്റുള്ളൂ, മീഥൈൽ ഓറഞ്ച്. അത് ഉറപ്പിച്ച് വെക്കുക. വീക്ക് ബേസ് എന്ന് കണ്ട ഉടനെ മീഥൈൽ ഓറഞ്ച് എന്ന് എഴുതിയാൽ മതി, പിന്നെ ഒന്നും മാറില്ല. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം എഴുതും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ എഴുതിയിട്ട് നമ്മൾ എന്താ എഴുതുക? ആദ്യം ഈ പറയുന്ന Na2CO3 എഴുതി, പ്ലസ് HCl എഴുതി,
ഗിവ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ അതേ ഐഡിയ തന്നെ. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗവും അതിൻ്റെ രണ്ടാമത്തെ ഭാഗവും എഴുത്തെഴുതുക. അപ്പോൾ Na ഇവിടെ Cl, അപ്പോൾ NaCl. ഇനി നോക്കൂ, ഇവിടെ Na രണ്ടെണ്ണം ഉണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ 2 Na വരാൻ വേണ്ടി 2 എന്ന് കൊടുത്തു. അപ്പോൾ 2 NaCl. അപ്പോൾ ഇവിടെ Cl ഒന്നേ ഇവിടെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് 2 ആക്കി. റെഡി? എളുപ്പമല്ലേ? എളുപ്പമാണ്. ഒന്നുമില്ല, Na എന്ന് എഴുതുക, Cl അവിടെ എഴുതുക. ഇവിടെ Na2CO3 ആയതുകൊണ്ട് 2 ഉള്ളത് കൊണ്ട് നമ്മളിവിടെ 2 എന്ന് എഴുതി. ഇവിടെ 2 എന്ന് എഴുതുമ്പോൾ Cl 2 എണ്ണമായി, അതുകൊണ്ട് ഇവിടെ 2 Cl വരാൻ വേണ്ടി 2 എന്ന് ചേർത്തു. ഇനി ഇവിടെ കാർബണേറ്റ് ഉണ്ട്. ഓർക്കുക, കാർബണേറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. എളുപ്പമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡിൽ എന്തായാലും എച്ച് ഉണ്ടല്ലോ. കാർബണേറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ബാക്കി ഓക്സിജനും ഉണ്ട്. അപ്പോൾ എന്തായാലും കാർബണേറ്റ് എന്ന് പറയുന്ന CO3 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്തെഴുതുക? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതുക, വാട്ടറും എന്ന് എഴുതുക. വേറെ തെറ്റാനൊന്നുമില്ല. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പറയുന്നൊരു ലോജിക്കാണേ. ഓക്കെ. അപ്പോൾ Na2CO3 + HCl gives NaCl + CO2 + H2O. ഇങ്ങനെ ബാലൻസ് ചെയ്യാതെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. പ്രാവശ്യം അങ്ങനെ ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ Na2CO3 + HCl gives NaCl + CO2 + H2O. ഇവിടെ CO3യുടെ ബാലൻസ് എത്രയാണ്? -2. അതുകൊണ്ടാണ് Na 2 എണ്ണം വന്നത്. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. CO3 -2 ആയതുകൊണ്ടാണ് Na 2 എണ്ണം വന്നിട്ട് Na2CO3 ആയത്. അതും കൂടി പഠിച്ചു നോക്കണം. നമ്മൾ ടോട്ടൽ ബാലൻസ് 0 ആയിരിക്കും അല്ലേ? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. റെഡി? യെസ്. ഇനി ഞാനിവിടെ ഈ Na2CO3ക്ക് പകരം മറ്റൊരു വീക്ക് ബേസ് ഉപയോഗിക്കുന്നു, K2CO3. അപ്പോൾ എന്താ? ഈ Na2CO3ക്ക് പകരം മറ്റൊരു വീക്ക് ബേസ് ഉപയോഗിക്കുന്നു, K2CO3. അപ്പോൾ എന്താ ഇക്വേഷൻ? K2CO3 + HCl. ആസിഡ് മാറ്റുന്നില്ല. അപ്പോൾ എന്ത് കിട്ടും? ഇതേപോലെ തന്നെ ഈ കെയും ഈ സിയലും കൂടി KCl. അപ്പോൾ 2 KCl വേണം. അപ്പോൾ 2 Cl ഉണ്ട്, 2 HCl ആക്കി, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. വീക്ക് ബേസ് മാറ്റി, ആസിഡ് സെയിം. ഇനി ആസിഡ് വേറെ ആരൊക്കെയുണ്ട്? HNO3 ഉണ്ട്, H2SO4 ഉണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് HNO3 ഉപയോഗിച്ച് ഈ രണ്ട് വീക്ക് ബേസ് ഉപയോഗിച്ച് ഇക്വേഷൻ എഴുതി നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ Na2CO3 + HNO3 വന്നു. HNO3 gives ഈ ഒന്നാമത്തെ ഭാഗം അവസാനത്തെ ഭാഗം NaNO3. ഇവിടെയും നമ്മൾ 2 എണ്ണം ഉള്ളത് കൊണ്ട് 2 NaNO3 ആക്കുന്നു. ഇവിടെ 2 എന്ന് ചേർക്കുന്നു. പ്ലസ് കാർബണേറ്റ് ആയതുകൊണ്ട് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഒന്നും ആലോചിക്കാനില്ല. അടുത്തത് Na2CO3ക്ക് പകരം K2CO3 + HNO3 gives Kയും NO3 KNO3. ഓക്കെ. 2 എണ്ണം കൊണ്ട് 2 ചേർത്തു. അപ്പോൾ 2 NO3 ആയി. അപ്പോൾ 2 NO3 വരണം. 2 ഇവിടെ ചേർത്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കാർബണേറ്റിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ അവിടെ വാട്ടറും കിട്ടും. റെഡി? യെസ്. ഇനി നമുക്ക് HNO3 മാറ്റി എന്തിലേക്ക് പോകാം? H2SO4. അപ്പോൾ H2SO4 ആദ്യം Na2CO3 കോമ്പിനേഷൻ, Na2CO3 + H2SO4 gives Na2 ആദ്യ ഭാഗം Na2, ഇത് SO4, Na2SO4. ഇവിടെ ശരിയാണ്. SO4 -2 Na 2 എണ്ണം +2. റെഡി അല്ലേ? ഇവിടെ ഒന്നും ചേർക്കാനൊന്നുമില്ല. അത് ഓർത്ത് വെക്കണേ. SO4 -2 ആണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് +2 ഉള്ള സാധനം ഇവിടെ വരണം. +1 ഉള്ള 2 സോഡിയം വന്നാലും മതി. അപ്പോൾ Na2SO4 പ്ലസ് ഇവിടെ ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അടുത്തത് എന്താ? Na2CO3 മാറ്റി K2CO3 ആക്കാം. അപ്പോൾ K2CO3 + H2SO4 gives K2SO4 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഇതിൻ്റെ കോമ്പിനേഷൻ 6 എണ്ണം ഉണ്ട്. വീക്ക് ബേസ് Na2CO3യും K2CO3 ആണ്. സ്ട്രോങ് ആസിഡ് HCl ഉണ്ട്, HNO3 ഉണ്ട്, H2SO4 ഉണ്ട്. അപ്പോൾ നമുക്ക് 6 കോമ്പിനേഷൻ കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ 6 കോമ്പിനേഷൻ പഠിച്ചു. കാരണം സ്ട്രോങ് ബേസ് NaOH KOH, സ്ട്രോങ് ആസിഡ് HCl HNO3 H2SO4. അപ്പോൾ 6 കോമ്പിനേഷൻ. ഇവിടെ വീക്ക് ബേസ് Na2CO3 K2CO3, സ്ട്രോങ് ആസിഡ് HCl HNO3 H2SO4. അപ്പോൾ ഇവിടെയും 6 കോമ്പിനേഷൻ. അപ്പോൾ 6 12 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 12 ചോദ്യങ്ങളുടെ പ്രിൻസിപ്പൾ എഴുതാൻ നിങ്ങൾ പഠിച്ചു എന്നർത്ഥം. 12 ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഈ 12 ചോദ്യങ്ങളിൽ ഇക്വേഷൻ എഴുതേണ്ട ഭാഗമാണ് ഈ കാണുന്നത്. ഇതുപോലെ പ്രൊസീജിയർ എഴുതുന്ന കാര്യം ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. റെഡി?
അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? Na2CO3 പ്ലസ് HCl, K2CO3 പ്ലസ് HCl, 2 HCl വെച്ചിട്ട് പക്ഷേ ബേസ് വ്യത്യസ്തം, 2 HNO3 വെച്ചിട്ട് 2 വ്യത്യസ്ത ബേസ്, 2 H2SO4 വെച്ചിട്ട് വ്യത്യസ്ത ബേസ്. വീക്ക് ബേസ് ആകുമ്പോൾ മീത്തൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ മാത്രം. യു ഗെറ്റ് മീ? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്ത കോമ്പിനേഷനിലേക്ക് പോവാണ്. അടുത്ത കോമ്പിനേഷൻ എന്താണ്? വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ. നമ്മുടെ ചോദ്യം, എസ്റ്റിമേറ്റ് ദി നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് oxalic acid in the whole of the given solution. You are provided with the standard solution of sodium hydroxide containing 3.9 gram per liter. ഇവിടെ എസ്റ്റിമേറ്റ് ദ നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് ഓക്സാലിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല? നമ്മൾ ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല H2C2O4 2H2. ഓക്കെ, H2C2O4 2H2. ഈ C2O4 എന്ന് പറഞ്ഞാൽ ഓക്സലേറ്റ് ആണ്, അതിൻ്റെ ചാർജ് -2 ആണ്. അതുകൊണ്ടാണ് +1 ഉള്ള 2 ഹൈഡ്രജൻ വന്നത്. ഓക്കെ, C2O4 -2 ആണ് ചാർജ്. അപ്പോൾ +1 ഉള്ള 2 ഹൈഡ്രജൻ, അതുകൊണ്ടാണ് H2C2O4. അത് ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് ആയിട്ടാണ് കാണപ്പെടുക. അതുകൊണ്ടാണ് H2C2O4 2H2. ഹൈഡ്രേറ്റ് ഫോർമേഷൻ അറിയാലോ, വാട്ടറിൻ്റെ കൂടെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് എഴുതി വെക്കും. റെഡി? ഇനി നമ്മൾ എന്താണ് രണ്ടാമത്തെ പാർട്ട്? യു ആർ പ്രൊവൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ ഇവിടുത്തെയുള്ള രണ്ടാമത്തെ ആള് ടൈട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. ഇനി നമ്മളിത് സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ സ്ട്രോങ് ബേസ് ആണോ വീക്ക് ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഓക്സാലിക് ആസിഡ് ആണ് ആദ്യം ഉള്ളത്. എന്താണത്? വീക്ക് ആസിഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ വരുമ്പോൾ ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ മാത്രമേ പറ്റുള്ളൂ. വീക്ക് ആസിഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഫിനോൾഫ്തലീൻ മാത്രം. നേരത്തെ പറഞ്ഞു വീക്ക് ബേസ് ആണെങ്കിൽ മീത്തൈൽ ഓറഞ്ച് മാത്രം, വീക്ക് ആസിഡ് ആണെങ്കിൽ ഫിനോൾഫ്തലീൻ മാത്രം. ഓക്കെ, ഈ വീക്ക് ആസിഡും വീക്ക് ബേസ് ഒന്നും ഇല്ലാത്ത ഏത് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലും രണ്ടും ഉപയോഗിക്കാം. മീത്തൈൽ ഓറഞ്ച് ഉപയോഗിക്കാം, ഫിനോൾഫ്തലീൻ ഉപയോഗിക്കാം. ചോദ്യത്തിൽ നിങ്ങൾ വീക്ക് ആസിഡ് കാണുകയാണെങ്കിൽ ഫിനോൾഫ്തലീൻ മാത്രം. ചോദ്യത്തിൽ നമ്മൾ വീക്ക് ബേസ് കാണുകയാണെങ്കിൽ മീത്തൈൽ ഓറഞ്ച് മാത്രം. ഇത് രണ്ടും ഇല്ലാതെ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് മാത്രമാണെങ്കിൽ രണ്ടും. അവിടെ ഒരു ലൊട്ടിലൊടുക്ക് വിദ്യ എന്താണെന്നറിയോ? വീക്ക് ബേസ് ചോദ്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം മീത്തൈൽ ഓറഞ്ച് എഴുതുക, ബാക്കി ഏത് കോമ്പിനേഷൻ വന്നാലും ഫിനോൾഫ്തലീൻ എഴുതുക. അപ്പോൾ തെറ്റേയില്ല. Na2CO3 K2CO3 ചോദ്യത്തിൽ കാണുകയാണെങ്കിൽ മീത്തൈൽ ഓറഞ്ച് എന്ന് എഴുതുക. ബാക്കി ഏത് കോമ്പിനേഷൻ വന്നാലും ഫിനോൾഫ്തലീൻ എഴുതി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് തെറ്റേയില്ല. പ്രൊസീജിയർ ഭാഗം കുറേ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് വീക്ക് ആസിഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ എഴുതി. അപ്പോൾ ചോദ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ ആൻസർ ഷീറ്റിൻ്റെ ഏറ്റവും മുകളിൽ ചോദ്യം നോക്കിയിട്ട് അതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഭാഗം എഴുതി, സ്റ്റാൻഡേർഡ് ഭാഗം എഴുതി, എന്നിട്ട് അതിൻ്റെ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി, ഇൻഡിക്കേറ്റർ എഴുതി. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ എഴുതാൻ പോവാണ്, ഇക്വേഷൻ. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് എഴുതി. അപ്പോൾ പ്രിൻസിപ്പിൾ എഴുതിയിട്ട് ഇതിനകത്ത് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്താണ്? ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോൾ ബേസ് പാർട്ട് ആദ്യം എഴുതിക്കോളൂ. സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ NaOH പ്ലസ് ഓക്സാലിക് ആസിഡ് H2C2O4 2H2. ഓക്കെ, ഇനി എഴുതിക്കോളൂ. ഇതിൻ്റെ ആദ്യ ഭാഗം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഈ വാട്ടർ എന്നുള്ള ഭാഗം ഒഴിവാക്കി വെക്കൂ. അപ്പോൾ രണ്ടാമത്തെ ഭാഗം എന്താണ്? C2O4. ആദ്യ ഭാഗം Na ആണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് NaC2O4. ഓർക്കുക, C2O4ന് ബാലൻസ് -2 ആയതുകൊണ്ട് Na എത്ര എണ്ണം വേണം? 2 എണ്ണം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Na2C2O4. അപ്പോൾ ഇവിടെ Na 2 കൊടുക്കണം. ഇവിടെ ഓൾറെഡി ഉള്ള 2 വാട്ടർ അവിടെ .2H2 എന്ന് എഴുതുക. ഇനി ഇവിടെ എന്ത് ബാക്കിയുണ്ട്? 2 OHഉം ഇതിനകത്ത് Hഉം ഉണ്ട്. അപ്പോൾ 2 വാട്ടറും കൂടി അധികം കിട്ടും, പ്ലസ് 2 വാട്ടർ. Na2C2O4 പ്ലസ് 4 വാട്ടർ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ Na2C2O4 2H2O പ്ലസ് 2H2O എന്നും കൂടി നമ്മൾ എഴുതുക. റെഡി? യെസ്. അപ്പോൾ 2NaOH ഓക്സാലിക് ആസിഡുമായിട്ട്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഓക്സാലിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സോഡിയം ഓക്സലേറ്റും വാട്ടറും കിട്ടും.
ഇനി ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ ആസിഡ് ഇവിടെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതേതാ അടുത്ത ചോദ്യം? സോഡിയം ഹൈഡ്രോക്സൈഡിന് പകരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വരുന്ന കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, KOH. ഇതേപോലെ തന്നെ എഴുതുക. പ്ലസ് ഓക്സാലിക് ആസിഡ് H2C2O4 2H2O gives ഒന്നാമത്തെ ഭാഗം Kയും ഇതിൻ്റെ C2O4 ഭാഗം KC2O4. അത് ബാലൻസ് 0 ആക്കാൻ വേണ്ടിയിട്ട് K2C2O4 ഡോട്ട് 2H2O. ഇവിടെയുള്ള 2H2 അതേപോലെ എഴുതി. പിന്നെ ഇവിടെ 2 ഹൈഡ്രജനും ഈ K രണ്ടെണ്ണം ആയതുകൊണ്ട് 2 KH കൊടുത്തിട്ടുള്ള 2 OH ഉണ്ട്. അപ്പോൾ 2 വാട്ടറും കൂടി കിട്ടും. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷനിലുള്ളത്. അപ്പോൾ 2 എണ്ണം. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷനിൽ 6 ചോദ്യങ്ങൾ, വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് കോമ്പിനേഷനിൽ 6 ചോദ്യങ്ങൾ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷനിൽ 2 ചോദ്യങ്ങൾ. അപ്പോൾ ആകെ 14 ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയോമെട്രിക് അനാലിസിസിൻ്റെ ഇക്വേഷൻ ഭാഗം റെഡിയാവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ ആണ്. വീക്ക് ആസിഡ് വീക്ക് ബേസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന 4ാമത്തെ കോമ്പിനേഷനിൽ ടൈട്രേഷൻ സാധ്യമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നു. അപ്പോൾ 3 കോമ്പിനേഷൻ ആണ് ഉണ്ടാവുക. സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് കോമ്പിനേഷൻ, വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് കോമ്പിനേഷൻ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ. റെഡി? യു ഗെറ്റ് മീ? യെസ്. അപ്പോൾ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം. ഈ കാണുന്നതാണ് 3 തരത്തിലുള്ള കോമ്പിനേഷൻ. ഈ കാണുന്നതാണ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും വീക്ക് ആസിഡും വീക്ക് ബേസും. ഇവർ തമ്മിൽ സാധ്യമാകുന്ന കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന് 6 കോമ്പിനേഷൻ, വീക്ക് ബേസ് സ്ട്രോങ് ആസിഡിന് 6 കോമ്പിനേഷൻ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് 2 കോമ്പിനേഷൻ, അങ്ങനെ 14 കോമ്പിനേഷൻസ് ഉണ്ട്. ഏത് കിട്ടിക്കഴിഞ്ഞാലും ഇക്വേഷൻ എഴുതേണ്ട കാര്യം പറഞ്ഞു തന്നു. ഇക്വേഷൻ ബാലൻസിങ് ഈ വർഷം നിർബന്ധമല്ല, എന്നാലും വളരെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാമെന്ന് കൂടി ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യം വായിച്ചു കഴിഞ്ഞ ഉടനെ അഡീഷണൽ ഷീറ്റ് എടുക്കുക. അത് തിരിച്ചു വാങ്ങുന്ന ഷീറ്റാണ് 5 മിനിറ്റിന് ശേഷം. അതുകൊണ്ട് ആ എടുത്ത ഉടനെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രൊസീജിയറും പഠിക്കാനുണ്ട്. അത്ര അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ പഠിപ്പിച്ചു തരും പ്രൊസീജിയർ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ എന്ന കാര്യം മാത്രമേ ഞാനിവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ രജിസ്റ്റർ നമ്പർ നിങ്ങൾ തെറ്റാതെ എഴുതുക. തുടർന്ന് ചോദ്യം നോക്കിയിട്ട് അവിടെ തന്നിരിക്കുന്ന 2 റിയേജൻറ്റ്, നോർമാലിറ്റി കണ്ടുപിടിക്കേണ്ട റിയേജൻറ്റും സ്റ്റാൻഡേർഡ് റിയേജൻറ്റും എഴുതിയിട്ട് അത് സ്ട്രോങ് ആസിഡ് ആണോ സ്ട്രോങ് ബേസ് ആണോ വീക്ക് ആസിഡ് ആണോ വീക്ക് ബേസ് ആണോ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ കോമ്പിനേഷൻ ഇൻഡിക്കേറ്റർ സൈഡിൽ എഴുതുക. അതങ്ങനെ എഴുതി വെക്കുന്നത് നമ്മൾ പിന്നീട് അങ്ങോട്ട് എഴുതുന്ന പ്രിൻസിപ്പളിനും പ്രൊസീജിയറിനൊക്കെ നിങ്ങൾ തെറ്റാണ്ട് എഴുതാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. എന്നിട്ട് പ്രിൻസിപ്പളിന് എഴുതിയിട്ട് ആ 2 റിയേജൻറ്റ് അവിടെ എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട് ഗിവ്സ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും കോമ്പിനേഷൻ ആക്കി എഴുതിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നിർബന്ധമില്ല, 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് പ്രൊസീജിയർ എഴുതുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് വെച്ചുകൊണ്ട് വളരെ സിമ്പിളാണ്. അതും കൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് നേടാൻ പറ്റുന്ന 3 മാർക്ക്, അത് ചെറിയ മാർക്കൊന്നും അല്ല കേട്ടോ, വളരെ പ്രധാനപ്പെട്ട മാർക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ പേപ്പറിലെല്ലാം കറക്റ്റ് ആണെങ്കിൽ എക്സാമിനൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. അത് നിങ്ങളെ കൂടുതൽ സഹായിക്കും, പ്രത്യേകിച്ച് ഈ ഒരു മാനസികാവസ്ഥയിൽ. അപ്പോൾ ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക. കുട്ടികളൊക്കെ എല്ലാവരും കാണട്ടെ. അവർക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പം പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന കാര്യവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.